ഹലോ ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഫ്രൂട്ട് കടയിൽ നിറച്ച് ബ്ലൂബെറി കാണുന്നുണ്ട്. ചെറിയ കൊച്ചു കൊച്ചു പാക്കറ്റുകൾ ബ്ലൂബെറി ഉണ്ട്. കിലോൻ്റെ വില 1500-2000 രൂപയൊക്കെ ഉണ്ട്. ഇപ്പോൾ ബ്ലൂബെറി വാങ്ങിക്കുന്ന പലരിടത്തും ഞാൻ ചോദിച്ചു എന്താ, അപ്പോൾ പലരും പറഞ്ഞു ഇത് വന്ന് ആൻറ്റി ഓക്സിഡൻ്റാണ്, സൂപ്പർ ഫുഡാണ്, സൂപ്പർ ബെറിയാണെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരുടെ പലരുടെ അടുത്തും ചോദിച്ചു, നിങ്ങൾ ഈ ബ്ലൂബെറി വാങ്ങുന്നുണ്ട്, അപ്പോൾ ഇന്ത്യയുടെ സൂപ്പർ ബെറി കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിൽ മിക്കവാറും ആൾക്കാർക്ക് ഇന്ത്യക്ക് സൂപ്പർ ബെറി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. 1-2 പേര് കറക്റ്റായിട്ട് ജാമുനെയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു ആ ജാമുനും നല്ല ബെറിയാണ്, പക്ഷെ ഞാൻ ഈ സൂപ്പർ ബെറിയാണ് പറയുന്നതെന്ന് പറഞ്ഞിട്ട്. ശരി, ഇന്ത്യയുടെ സൂപ്പർ ബെറി ഏതാണ്? ഗൂസ്ബെറി, നെല്ലിക്ക. കിലോ 100 രൂപ. നമ്മുടെ ദേശത്ത് സൂപ്പർ ഫുഡ് സൂപ്പർ ബെറി ഗൂസ്ബെറി നെല്ലിക്കയെ നമ്മൾ ഒതുക്കി വെച്ചിട്ട് വിദേശത്ത് കിലോ 1000-2000 രൂപയ്ക്കുള്ള ബ്ലൂബെറിയെ നമ്മൾ വാങ്ങി കഴിക്കുന്നു. ശരി, ബ്ലൂബെറി നല്ല ബെറിയാണ്, ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ നെല്ലിക്കായും ബ്ലൂബെറിയും താരതമ്യം ചെയ്യാം. ന്യൂട്രിഷൻ നോക്കുമ്പോൾ നെല്ലിക്ക ഇങ്ങനെ പൊങ്ങിപ്പോകുന്നു, ബ്ലൂബെറി താഴെ പോകുന്നു. പക്ഷെ രുചി നോക്കുമ്പോൾ ബ്ലൂബെറി പൊങ്ങുന്നുണ്ട്, എന്നാലും അതിൻ്റെ ഒരു സ്വീറ്റ് രുചിയാണ്. നെല്ലിക്കയ്ക്ക് പുളിയുണ്ട്. വിറ്റമിൻ സി നെല്ലിക്കയില പല മടങ്ങ് ജാസ്തിയാണ്. വിറ്റമിൻ എ ജാസ്തിയാണ്. പൊട്ടാഷ്യം ജാസ്തിയാണ്. മിനറൽസ്, ധാതു, അതും നമുക്ക് നെല്ലിക്കയില ജാസ്തിയാണ്. ഒരു മിനറൽ മാംഗനീസ് മാത്രം ബ്ലൂബെറിയെക്കാട്ടിലും കുറച്ച് കുറവുണ്ട്. നാര് നെല്ലിക്കയില ജാസ്തി. പക്ഷെ നമ്മൾ കലോറികൾ നോക്കുമ്പോൾ ബ്ലൂബെറി ജാസ്തിയായി. പിന്നെ ഗ്ലൈസിമിക് ഇൻഡെക്സ്, ഇത് ഡയബറ്റീസ് ഉള്ളവരൊക്കെ നോക്കും, അതും ബ്ലൂബെറിക്കാണ് ജാസ്തി. നമ്മൾ ടോട്ടലായിട്ട് നോക്കുമ്പോൾ നമ്മുടെ സൂപ്പർ ബെറി നിറച്ച് വിന്നറായിപ്പോയി. ബ്ലൂബെറിക്ക് ടേസ്റ്റിൽ മാത്രം ജയിച്ചു. എനിക്കും ബ്ലൂബെറി ഇഷ്ടമാണ്. ഞാൻ വിദേശത്തിൽ പോകുമ്പോൾ ബ്ലൂബെറി കഴിക്കും. പക്ഷെ നമ്മുടെ നാട്ടിൽ വന്നാൽ ദിവസവും എനിക്ക് ഗൂസ്ബെറിയാണ്, നെല്ലിക്കയാണ്. അതാണ് സൂപ്പർ ബെറി, സൂപ്പർ ഫുഡ്. നെല്ലിക്ക, പിന്നെ തേൻ നെല്ലിക്ക കഴിക്കാം, നെല്ലിക്ക അച്ചാർ കഴിക്കാം, നെല്ലിക്ക ജ്യൂസ് കഴിക്കാം. ഈ ഹെൽത്തിൻ്റെ പലതിനും നല്ലതാണ് നെല്ലിക്ക. ചിലർ എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ കിഡ്നി വ്യാധിയുള്ളവർക്ക് നെല്ലിക്ക കഴിക്കാൻ പാടില്ല എന്ന് യൂട്യൂബിൽ പറയുന്നെന്ന് പറഞ്ഞു. യൂട്യൂബിൽ റെസ്പോൺസിബിലിറ്റി ഇല്ല, അക്കൗണ്ടബിലിറ്റി ഇല്ല. അപ്പോൾ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം. പല പല നല്ല വീഡിയോകളുണ്ട്, അതുപോലെ പല ലക്ഷം വീഡിയോകൾ ശരിയില്ല. ഇപ്പോൾ കിഡ്നി വ്യാധിയൊക്കെ ഉള്ളവർ അല്ലെങ്കിൽ ഏത് വ്യാധിയുള്ളവരും ഈ ഡയറ്റ് ഫോളോ ചെയ്യുന്നത് യൂട്യൂബ് കണ്ട് ചെയ്യേണ്ട പ്ലീസ്. അത് ഞങ്ങൾ ഡോക്ടറുടെ അടുത്തും ന്യൂട്രീഷൻ്റെ അടുത്തും അത് വെച്ചാണ് നിങ്ങൾ കഴിക്കണം, യൂട്യൂബ് കണ്ടല്ല കഴിക്കേണ്ടത്. പിന്നെ വിറ്റമിൻ സി കുറച്ച് നിറച്ച് ഉള്ളതുകൊണ്ട് ഈ കിഡ്നി സ്റ്റോൺസിൻ്റെ ഒക്കെ, പക്ഷെ അത് വന്ന് ഡോക്ടർ ചോദിച്ചിട്ടാണ് കഴിക്കേണ്ടത്. എന്ത് സാധനമായെങ്കിലും നമ്മൾ അധികം കഴിക്കാൻ പാടില്ല. അമിതമായാൽ അമൃതമും വിഷം. നിങ്ങൾ എങ്ങനെയാണ് ഇന്ത്യൻ സൂപ്പർ ബെറി നെല്ലിക്ക ഗൂസ്ബെറി കഴിക്കുന്നുണ്ട്? തേൻ നെല്ലിക്കയായിട്ടോ ജ്യൂസായിട്ടോ അച്ചാറായിട്ടോ എനിക്ക് കമൻസിൽ പറയുക. ബ്ലൂബെറിയെ സ്നാക്കായിട്ട് കഴിക്കുക, നെല്ലിക്കായ ഡെയിലി യൂസിന് ചെയ്യുക. വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ.